ഞാൻ ഫോണിലൂടെ പിടിച്ചു. പിന്നല്ലാതെ ഞാൻ ഈ വീട്ടിൽ കടയിലൊക്കെ പോണ സമയത്തായാലും ഇങ്ങനെ സ്ത്രീകളെ വിളിച്ചു കയറ്റലും ഒക്കെയായിരുന്നു. ഇതൊന്നും ഞാൻ അറിയുന്നുണ്ടായില്ല. ഇതിനു മുമ്പ്, വിവാഹത്തിന് മുമ്പും ഇങ്ങനെയൊക്കെ ചെയ്യുണ്ടായിരുന്നു എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. എന്നിട്ട് ഞാനിതെല്ലാം കണ്ടുപിടിച്ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോ ഞാനിത് ആളുടെ പെങ്ങളോടും അനിയനോടും ഒക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോ അവരെന്നോട് പറഞ്ഞു, ഇത് ഇവന്റെ സ്ഥിരം പരിപാടിയാ, 2 കാല് തളർന്നു കഴിഞ്ഞപ്പോഴെങ്കിലും അത് നന്നാവെന്ന് വിചാരിച്ചു, അത് നന്നായില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്നെ സ്റ്റെപ്പിന്റെ മേലെ നിന്ന് താഴേക്ക് തള്ളിയിട്ടു. എന്റെ നട്ടെല്ലിന്റെ ഡിസ്ക് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ അയാളെ കൊല്ലാൻ നോക്കി എന്ന് പറഞ്ഞു, വെള്ളം ഒഴിച്ചു എന്നും മണ്ണെണ്ണ ഒഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ കുറെ കോൺഗ്രസ്സുകാരെയൊക്കെ കഴിഞ്ഞ വർഷം ഇലക്ഷന്റെ സമയത്ത് വിളിച്ചു കൊണ്ടുവന്നിട്ട് അവൻ തന്നെ ഇവിടുന്ന് തന്നെ ഒരുപാട് ഉപദ്രവിക്കാൻ ശ്രമിച്ച്. എന്നിട്ട് പിന്നെ അയാൾ തന്നെ ഈ തൃശ്ശൂർ ജില്ലയുടെ തന്നെ പോപ്പോൾ മേഴ്സി ഹോം എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് കിടന്ന് ഫാമിലി കോടതിയിലും ഒക്കെ എനിക്കെതിരെ കേസ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കോൺഗ്രസ് നേതാവായിട്ടുള്ള ഷിബു അതുപോലെ തന്നെ സോണിയും കല്യാണം കഴിച്ചത് വളരെയധികം മീഡിയാസിലൊക്കെ ന്യൂസ് വന്നിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇതിന് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഷിബു ഉണ്ടെങ്കിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആക്സിഡൻറ്റ് പറ്റുകയും കാലുകൾ രണ്ടും ചലിക്കാൻ പറ്റാത്ത രീതിയിൽ വീൽ ചെയറിലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സോണിയ ഷിബുവിനെ കല്യാണം കഴിക്കാൻ വരുന്നത്, അവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുന്നതൊക്കെ. എല്ലാവരും മീഡിയാസിലൊക്കെ ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമായിട്ടുള്ളതായിരുന്നു. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് നാളായിട്ടും ഈ ഒരു ഭാര്യയായിട്ടുള്ള സോണിയ വീഡിയോസൊക്കെ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ഇടുന്നുണ്ട്. ഷിബു ഉണ്ടെങ്കിൽ കുറേയധികം പരസ്ത്രീ ബന്ധങ്ങളുണ്ട്, ഞാൻ വീട്ടിലില്ലാത്ത സമയത്ത് സ്ത്രീകളെ വിളിച്ചു വരുത്തി ശാരീരിക ബന്ധത്തിലൊക്കെ ഏർപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ എനിക്കെതിരെ വ്യാജമായിട്ടുള്ള കേസും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുവാണ് കുടുംബ കോടതിയിൽ. അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതിനു മുമ്പും സോണിയ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പിന്നെ ഇതേ കണക്ക് ചെയ്ത വീഡിയോ ആണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ചില പോർഷനൊന്നും ഞാൻ വെച്ചിട്ടില്ല, നമുക്കത് യൂട്യൂബിൽ അങ്ങനെ വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. എന്തായാലും ഫേസ്ബുക്കിൽ സോണിയ അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇത് സോണിയ പറഞ്ഞ് കുറേ പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഷിബുവിന് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് എന്ന് ഇതുവരെ എവിടെയും വന്ന് ഷിബു പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു സൈഡ് മാത്രം കേട്ടുകൊണ്ട് നമുക്കതിൻ്റെ ഫുള്ള് കാര്യം പറയാൻ പറ്റില്ല. ഇതിനെപ്പറ്റി ഇനി ഷിബു എന്താണ് പറയുന്നത് എന്നുള്ളത് വെച്ചിട്ട് മാത്രമേ നമുക്കതിൻ്റെ ഫുള്ളായിട്ടുള്ള കാര്യം പറയാൻ പറ്റൂ. എന്തായാലും ലേറ്റസ്റ്റായിട്ട് സോണി ഇത് കണക്കി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിന് മറുപടിയായിട്ട് ഇനി ഷിബു എന്താണ് പറയാൻ പോകുന്നതെന്ന് വീഡിയോ ആയിട്ട് വന്നാൽ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ.